Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. പ്രമുഖ മാധ്യമ ദിനപത്രങ്ങൾ അതായത് ദ ഗാർഡിയൻ, അസോസിയേറ്റഡ് പ്രസ് അടക്കമുള്ള പല സ്രോതസ്സുകളിലും വന്നിരിക്കുന്ന വാർത്ത ഇസ്രായേലിനോട് 35 നോട്ടിക്കൽ മൈൽ അടുത്ത് ഒരു കപ്പലിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇത് ഹൂതികളുടെ ആക്രമണമാണോ അതോ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള വിശദവിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ലോകരാജ്യങ്ങൾ കൂടുതലായി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് സഹായം നൽകാൻ അമേരിക്ക അല്ലാതെ പ്രത്യക്ഷത്തിൽ ഒരു രാജ്യവും തയ്യാറാകുന്നില്ല. അമേരിക്കയാകട്ടെ പല കാര്യങ്ങളിലും ഉപാധികളോടെയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇറാന്റെ പരമോന്നതാധികാരിയായ അയത്തുള്ള അൽ ഖമേനിയോട് അൺകണ്ടീഷണൽ സറണ്ടർ പ്രഖ്യാപിച്ച് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കി അതിന്റെ ആഘാതം വർദ്ധിപ്പിച്ച് എല്ലാ തരത്തിലും ഇറാനെ കീഴടക്കിക്കളയാമെന്ന് വിചാരിച്ച ട്രംപ് ഇപ്പോൾ പത്തിമടക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്റെ സ്വന്തം സ്ഥാനം രക്ഷിക്കാനുള്ള പുറപ്പാടിലാണ്. ഇസ്രായേലിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. ഭരണമാറ്റം ഉറപ്പാകുന്നു. സഖ്യകക്ഷികൾ ലിക്വിഡ് പാർട്ടിക്ക് കൊടുത്ത പിന്തുണ ഏകപക്ഷീയമായി പിൻവലിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കെയർടേക്കർ പ്രധാനമന്ത്രി മാത്രമാണ്. എന്നാൽ 58,000-ലധികം പലസ്തീനുകളുടെ ജീവൻ കവർന്നെടുത്ത വലിയ തോതിൽ നാശനഷ്ടം പലസ്തീനിൽ മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ഉണ്ടാക്കിയ നെതന്യാഹുവിന് എന്ത് രീതിയിലുള്ള കെയർടേക്കിംഗ് സംവിധാനമാണ് കൊടുക്കേണ്ടത് എന്നാണ് വിമതർ ചോദിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവരെ പിന്തുണച്ച നാറ്റോയും യൂറോപ്യൻ യൂണിയനും അതിനകത്തുള്ള രാജ്യങ്ങളുടെ ഒരു സർവേ കണക്കെടുത്തു. ഓസ്ട്രേലിയയും ഇറ്റലിയും ജപ്പാനും ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങളുടെ ഒരു സർവേ കണക്കിൽ 40-ൽ 22 രാജ്യങ്ങളിലെ 75% വരുന്ന ജനങ്ങളും ഇസ്രായേൽ ഈ ഭൂമിക്ക് ഒരു ദുരിതമായി മാറുകയാണ് എന്നും അവിടുത്തെ ജൂതർ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്നുമുള്ള അഭിപ്രായമാണുള്ളത്. ഇത്തരത്തിൽ ഒരു ധാരണ ആ ജൂത സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊടുത്തത് നെതന്യാഹുവാണ്. ജൂതന്മാർക്ക് ഒരു പൈശാചിക മുഖമാണ് എന്ന രീതിയിലേക്കാണ് നെതന്യാഹുവിന്റെ വാക്കും പ്രവൃത്തിയും. ജൂതന്മാരുടെ അന്തസ്സത്തെ നശിപ്പിക്കുകയാണ് നെതന്യാഹുവിന്റെ പണിയെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അവിടുത്തെ ഇസ്രായേൽ സംരക്ഷക സംഘടനകൾ. അങ്ങനെയാണ് സർക്കാരിനെ നിലംപതിപ്പിക്കണമെന്ന ആവശ്യം രാജ്യത്തുടനീളം ഉയരുന്നത്. ഇറാൻ പിടിച്ച പിടിയാലെ ശക്തമായി തന്നെ ഇസ്രായേലിന് പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 58,000 നിരപരാധികളെ അടക്കം അതിൽ വിശന്നു വലഞ്ഞ് ഭക്ഷണത്തിനു വേണ്ടി അലയുന്നവരെയും ആശുപത്രികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമൊക്കെ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ ഇസ്രായേലിനോട് ഒരു അനുവാദവും കാണിക്കേണ്ട കാര്യമില്ല എന്ന് തുറന്നടിക്കുമ്പോൾ ആഭ്യന്തര പ്രശ്നത്താൽ പൊറുതിമുട്ടി നിൽക്കുന്ന നെതന്യാഹു അമേരിക്കയിലേക്ക് അഭയം പ്രാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.